എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 1202 ആണ്ടിലെ പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വർഷഫലത്തെ പറ്റിയാണ്. വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹുകേതുക്കളുടെയും ഒക്കെ പ്രധാന രാശിമാറ്റങ്ങൾ നടക്കുന്ന ഒരു അപൂർവ വർഷത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. കുംഭൻ രാശിയിലും മീനൻ രാശിയിലുമായിട്ടൊക്കെ വ്യാപിച്ചു കിടക്കുന്ന പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹമാറ്റങ്ങൾ അവരുടെ തൊഴിലിനെ, ബിസിനസ്സിനെ, അതുപോലെ സാമ്പത്തികത്തെ, കുടുംബജീവിതത്തെ, അവരുടെ വിദ്യാഭ്യാസത്തെ, ആരോഗ്യത്തെ ഇതൊക്കെ എങ്ങനെ ബാധിക്കും, എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി നോക്കാം. അതുപോലെ തടസ്സങ്ങളൊക്കെ മാറി മുന്നേറാൻ എന്തൊക്കെ ഗ്രഹദോഷ പരിഹാരങ്ങളും ചെയ്യണമെന്ന് വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതിനാൽ വീഡിയോ പൂർണ്ണമായും കാണുക. ആദ്യമായിട്ട് ഈ വർഷത്തെ പ്രധാന ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം. വ്യാഴം 2026 ഒക്ടോബർ 31 വരെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലും തുടർന്ന് 2027 ജനുവരി 24 വരെ ചിങ്ങൻ രാശിയിലും സഞ്ചരിക്കുന്നു. അതിനുശേഷം വക്രഗതിയിലായിട്ട് 2027 ജൂൺ 25 വരെ വീണ്ടും കർക്കിടകൻ രാശിയിലും തുടർന്ന് ചിങ്ങത്തിലൂടെയും സഞ്ചരിക്കുന്ന സമയമാണ്. ശനി 2027 ജൂൺ മാസം വരെ മീനൻ രാശിയിലും അതിനുശേഷം മേടൻ രാശിയിലുമായാണ് സഞ്ചരിക്കുന്നത്. ഡിസംബർ 5 രാഹു കുംഭൻ രാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്കും രാശി മാറുന്നുമുണ്ട്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽപ്പെട്ട കുംഭക്കൂറിൽ വരുന്ന ആദ്യത്തെ 3 പാദങ്ങൾ, അതുപോലെ മീനക്കൂറുകാർക്ക് ഈ ഗ്രഹസ്ഥിതി ഒരു വേറിട്ട അനുഭവങ്ങളാണ് സമ്മാനിക്കുക. പൊതുവെ വ്യാഴത്തിൻ്റെയൊക്കെ ഉച്ചസ്ഥിതിയും അനുകൂല മാറ്റങ്ങളുമൊക്കെ വലിയ ആശ്വാസമൊക്കെ നൽകുമെങ്കിലും ശനിയുടെയും രാഹുകേതുക്കളുടെയൊക്കെ സ്വാധീനം ചില ജാഗ്രതകളും ആവശ്യപ്പെടുന്നുണ്ട്. ആദ്യമായി തൊഴിൽ എങ്ങനെ പോകുമെന്ന് നോക്കാം. തൊഴിൽ വ്യാപാര മേഖലകളിലേക്ക് നോക്കുകയാണെങ്കിൽ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇത് മാറ്റങ്ങളുടെയും അതുപോലെ വളർച്ചയുടെയും ഒരു വർഷമാണെന്ന് പറയാം. കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുന്ന സമയങ്ങളിൽ, പ്രത്യേകിച്ച് 2026 ഒക്ടോബർ വരെയും 2027 ആദ്യ പകുതിയിലും തൊഴിൽ രംഗത്തെ നല്ല രീതിയിലുള്ള പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നുമൊക്കെ പിന്തുണ ലഭിക്കുന്ന സമയമാണ്. പ്രമോഷന്, ശമ്പള വർധനവ് അല്ലെങ്കിൽ ആഗ്രഹിച്ച കേന്ദ്രങ്ങളിലേക്കൊക്കെ സ്ഥലം മാറ്റം എന്നിവയ്ക്കൊക്കെ സാധ്യത വളരെയധികം കൂടുതലാണ്. വിദേശത്തൊക്കെ ജോലി അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ നല്ല അവസരങ്ങളും ഈ സമയത്ത് തേടിയെത്തുന്നതാണ്. മീനൻ രാശിയിലാണ് ശനി. മീനൻ രാശിയിലൊക്കെ ശനി തുടരുന്നതിനാൽ ജോലിയിൽ അല്പ ഉത്തരവാദിത്തങ്ങളും സമ്മർദ്ദവും ഒക്കെ കൂടുന്നതാണ്. കഠിനാധ്വാനത്തിന് അർഹമായ ഫലം വൈകിയാണെങ്കിലും നിങ്ങളെ എത്തുകയും ചെയ്യുന്നതാണ്. ഇനി ബിസിനസ്സുകാരുടെ കാര്യം നോക്കാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ ഡിസംബർ വരെയുള്ള സമയങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ്. സാമ്പത്തിക ഇടപാടുകളിലൊക്കെ ഒരു കൃത്യതയൊക്കെ വേണം. എന്നാൽ 2026 ഡിസംബർ 5 ശേഷം രാഹു മകരൻ രാശിയിലേക്ക് രാശി മാറുന്നതോടെ ലാഭസ്ഥാനത്തൊക്കെ രാഹുവിൻ്റെ സ്വാധീനം വരുന്നതിനാൽ ബിസിനസ്സിലെ പുതിയ വഴിത്തിരിവുകളൊക്കെ ഉണ്ടാകും. അതുപോലെ പുതിയ പദ്ധതികളൊക്കെ ആരംഭിക്കാനും വരുമാനമൊക്കെ വർദ്ധിപ്പിക്കാനും ഈ സമയത്ത് കഴിയുന്നതുമാണ്. ഇനി അടുത്തത് സാമ്പത്തികം നോക്കാം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച താഴ്ചകളൊക്കെ നിറഞ്ഞ ഒരു വർഷമായിരിക്കും. വ്യാഴത്തിൻ്റെയൊക്കെ അനുകൂല സ്ഥിതി കാരണം വരുമാനത്തിലൊക്കെ വ്യക്തമായ വർധനവൊക്കെ ഉണ്ടാകുന്നതാണ്. കുടുങ്ങിക്കിടക്കുന്ന പണമൊക്കെ തിരികെ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വസ്തു വാങ്ങൽ, അതുപോലെ വീട് നിർമ്മാണം, അതുപോലെ പുതിയ വാഹനമൊക്കെ വാങ്ങാൻ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പണം ചിലവാകുന്നതുമാണ്. എങ്കിലും ജന്മശനിയോ ഏഴരശനിയോ ഒക്കെ നേരിടുന്ന കാലഘട്ടമായതിനാൽ അനാവശ്യ ചിലവുകളൊക്കെ നിയന്ത്രിക്കേണ്ടതുമുണ്ട്. അതുപോലെ അപരിചിതരായ വ്യക്തികളുമായിട്ട് വൻ തുകകളുടെയൊക്കെ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ അല്പം ശ്രദ്ധ വേണം. അതുപോലെ ഓഹരി വിപണി, ലോട്ടറി അങ്ങനെയുള്ള റിസ്ക്കുള്ള നിക്ഷേപങ്ങളിലോ ഒക്കെ വലിയ തുകയൊക്കെ മുടക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ്. കൃത്യമായ പ്ലാനിങ്ങിലൂടെയൊക്കെ നീങ്ങിയാൽ സാമ്പത്തികമായിട്ട് മികച്ച നേട്ടമുണ്ടാക്കാൻ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ സമ്മിശ്ര ഫലങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വ്യാഴത്തിൻ്റെയൊക്കെ അനുഗ്രഹം കാരണം കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. വിവാഹ ആലോചനകളിലൊക്കെ പുരോഗതി ഉണ്ടാകുന്നതാണ്. സന്തോഷമുള്ള അനുഭവങ്ങളും അതുപോലെ ബന്ധുക്കളിൽ നിന്നുള്ള സഹായവുമൊക്കെ ലഭിക്കുന്നതാണ്.
എന്നാൽ 2026 ഡിസംബർ 5 കേതു കർക്കടകത്തിലേക്ക് മാറുന്നതും ശനിയുടെയൊക്കെ സ്വാന്നിധ്യം കാരണം ചില സമയങ്ങളിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ ആശയവിനിമയക്കുറവോ അതുപോലെ നിസാര കാര്യങ്ങൾക്ക് മനപ്രയാസങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം. സംസാരത്തിലൊക്കെ നിയന്ത്രണം പാലിക്കുക. അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസമൊക്കെ നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. വിട്ടുവീഴ്ച മനോഭാവമൊക്കെ പുലർത്തിയാൽ നിങ്ങൾക്ക് തീർച്ചയായും കുടുംബ സമാധാനമൊക്കെ നിലനിർത്താനും സാധിക്കുന്നതാണ്. ഇനി പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ വിദ്യാഭ്യാസ കാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏകാഗ്രതയൊക്കെ നിലനിർത്താൻ അല്പം കൂടുതൽ പരിശ്രമമൊക്കെ വേണ്ടിവരുന്ന സമയമാണ്. ഉന്നത പഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതിയും 2027 പകുതിക്ക് ശേഷവും വളരെ അനുകൂലമാണ്. മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാൻ കഠിനാധ്വാനം വളരെ അനിവാര്യമായ സമയമാണ്. അതുപോലെ ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് വരാൻ പോകുന്നത്. ഇനി ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ശനിയുടെയും രാഹുകേതുക്കളുടെയും ഒക്കെ സ്ഥാനം കാരണം ചെറിയ രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ, വാദസംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ ഉറക്കക്കുറവ് അല്ലെങ്കിൽ മാനസികമായ എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ ഒക്കെ ഉണ്ടാകാം. കൃത്യമായ ഭക്ഷണ രീതിയും അതുപോലെ വ്യായാമവും ഒക്കെ ശീലമാക്കുന്നത് വളരെയധികം നല്ലതാണ്. ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ തോന്നിയാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണാനും ശ്രമിക്കേണ്ടതാണ്. ഇനി ഈ വരുന്ന പുതുവർഷത്തിൽ തടസ്സങ്ങളൊക്കെ മാറി സർവ്വവിധ ഐശ്വര്യങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതിനായി പൂരുരുട്ടാതി നക്ഷത്രക്കാർ ചെയ്യേണ്ട ഗ്രഹദോഷ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. പൂരുരുട്ടാതിയുടെ നക്ഷത്രാധിപൻ വ്യാഴമാണ്. അതിനാൽ വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ ശനിദോഷ പരിഹാരത്തിനായിട്ട് ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം വഴിപാട് നടത്തുകയോ അല്ലെങ്കിൽ എള്ളുതിരി കത്തിക്കുകയോ ഒക്കെ ചെയ്യുക. ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശനിദോഷ പരിഹാരമൊക്കെ ശനിദോഷ കാഠിന്യമൊക്കെ കുറയ്ക്കുന്നതാണ്. അതുപോലെ ചൊവ്വാഴ്ചകളിലോ ഞായറാഴ്ചകളിലോ ശിവക്ഷേത്രത്തിലോ നാഗക്ഷേത്രത്തിലോ ഒക്കെ വഴിപാടുകൾ നടത്തുന്നത് രാഹുകേതുക്കളുടെ ദോഷത്തിന് പരിഹാരമാണ്. ദാനധർമ്മങ്ങളൊക്കെ നടത്താൻ പറ്റുന്നവരാണെങ്കിൽ ദാനധർമ്മമൊക്കെ നടത്തുക. ചുരുക്കത്തിൽ 1202 ആണ്ടിലെ ഗ്രഹസ്ഥിതി പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കഠിനാധ്വാനത്തിന് അനുയോജ്യമായ ഫലം നൽകുന്ന ഒരു വർഷമായിരിക്കും. ചെറിയ ജാഗ്രതയും അതുപോലെ കൃത്യമായ പ്ലാനിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ നേട്ടങ്ങളുടെ ഒരു വർഷമാക്കി മാറ്റാൻ ഇതിനെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.